എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക്, അതായത് നിങ്ങളിൽ നിന്ന് അകന്നുപോയ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴുള്ള ഫീലിങ്സും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും ഇതൊരു വ്യത്യസ്തമായ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. പലവരുടെ എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയണം എന്ന് തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. തീർച്ചയായും ഒരു ടാറോട്ട് റീഡിങ്ങിന് ഒരു നിർദ്ദേശമായിട്ട് മാത്രം എടുക്കുക. തീർച്ചയായിട്ടും അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളോട് പറയാനായിട്ട് ഉള്ളത് അതുതന്നെയാണ്. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അപ്പോഴത്തേക്കും വാലിഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം കൃത്യമായിട്ട് മനസ്സിലാലോചിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു റീഡിംഗ് കാണാം. അപ്പോൾ എന്താണ് അവർക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനുള്ളതെന്ന് നോക്കാം. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് എന്താണോ നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. എന്താണ് നിങ്ങളെപ്പറ്റി ഇവർ ചിന്തിക്കുന്നത്? അതിനു മുമ്പ് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം വ്യക്തമായിട്ട് മനസ്സിലാലോചിച്ചതിന് ശേഷം ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പോഴേക്ക് കൂടുതൽ റെസൊണേറ്റ് ആവുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു ആറ് കാർഡാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി നേരത്തെ ഈ ഒരു ബന്ധത്തിൽ പൂർണ്ണമായിട്ട് ആ ഒരു വ്യക്തി, അതായത് നിങ്ങളോടുള്ള കാര്യത്തിലൊരു മനോഭാവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് നേരത്തെ ആ ഒരു വ്യക്തി പാതി മനസ്സോടു കൂടിയായിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ നിന്നിരുന്നത്. അതായത് ഒരു പാതി മനസ്സോടു കൂടി, അതായത് എങ്ങനെയെങ്കിലും ആവട്ടെ, അവർ വരുമ്പം പോട്ടെ, അവർ പോകത്തൊന്നുമില്ല, അവരെത്ര ചവിട്ടി എറിച്ചാലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ. അതായത് നിങ്ങൾക്കൊരു വില തരാത്തൊരു സിറ്റുവേഷൻ, നിങ്ങൾക്കൊരു വാല്യൂ തരാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഇത്രയും നാളും ആ ഒരു വ്യക്തി. പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട്, അവർക്ക് കുറ്റബോധമുണ്ട്. നിങ്ങളോട് ചെയ്ത ഓരോ കാര്യങ്ങളും ഓർത്ത് അവർക്ക് കുറ്റബോധമുണ്ട്. അതവരിൽ മാനസിക സംഘർഷം അല്ലെങ്കിൽ ഒരു ആന്തരിക സംഘർഷം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് അവരുടെ മനസ്സ് വെമ്പുന്നത് ഇപ്പോൾ. തീർച്ചയായിട്ടും അതായത് നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തുല്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ ആ ഒരു വ്യക്തി തയ്യാറാകുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും. അതുപോലെ അവർക്കൊരു സ്പിരിച്വൽ റീബർത്ത്, ഇത്രയും നാളും അവർ തീർച്ചയായിട്ടും ഒരു ദൈവത്തിലൊന്നും വളരെ വിശ്വാസമില്ലാത്തൊരു വ്യക്തികളായിരുന്നിരിക്കണം. പക്ഷേ ഇപ്പോഴവരുടെ ചിന്താഗതികളിൽ ഒരു മാറ്റം വരുന്നുണ്ട്. അവർ ദൈവത്തിലൊക്കെ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതായത് അവർക്ക് ഡിവൈനിലൊക്കെ ഒന്നും കൂടെ ട്രസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണമെന്നൊരാഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാർഡുകളാണ്. നിങ്ങളുടെ ബന്ധം വളരെ അവർ തന്നെ ബോധപൂർവ്വം ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇത്രയും നാൾ ഒരു അന്ധനായിരുന്നു തീർച്ചയായിട്ടും. അതായത് മറ്റുള്ള സാഹചര്യങ്ങളിലോ മറ്റുള്ള വ്യക്തികളിലോ ഒക്കെ തളച്ചിടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഇത്രയും നാളും. ഇപ്പോൾ അവർ ബോധപൂർവം തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിലവിലത്തെ സാഹചര്യം അവർക്കൊരു അമിത ഉത്തരവാദിത്തങ്ങളും, അതായത് ഒരു കൺഫ്യൂഷനാണ്. അതായത് നിലവിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശങ്ക നിറഞ്ഞൊരു സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലത്തെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരൊട്ട് ഹാപ്പിയല്ല. അല്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങളിൽ നിന്ന് നിങ്ങളെ ഉപേക്ഷിച്ച് ഏത് ബന്ധത്തിലേക്കാണ് ആ ഒരു വ്യക്തി പോയത്, ആ ഒരു ബന്ധത്തിലും സിറ്റുവേഷനിലും ഒന്നും ഒരു ഹാപ്പിയല്ല. നിങ്ങൾ കൂടെ ഉണ്ടാകുമ്പോഴാണ് അവരുടെ യഥാർത്ഥ ഹാപ്പിനെസ് എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. നിങ്ങളുടെ ബന്ധം ഒരു പൂർണ്ണതയിലേക്ക്, ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്ന് സൂചിപ്പിക്കുന്ന കാർഡാണ്. തീർച്ചയായിട്ടും ഇതൊരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഈ ഒരു വേർപിരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ രണ്ടുപേരെ അകറ്റിയതാണ്. തീർച്ചയായിട്ടും ഡിവൈനായിട്ട് തന്നെ അങ്ങനെയും നമുക്ക് പറയാം. കുറച്ച് ആൾക്കാരുടെ കാര്യത്തിൽ അങ്ങനെയാണ്. അതായത് ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും, അതായത് നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങളുടെ
നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, നിങ്ങളുടെ ലവർ ആവാം, ആരുമാവാം. നിങ്ങളുടെ വ്യക്തികൾ തമ്മിൽ പരസ്പര പൂരകമായ ബന്ധങ്ങളാണ്, ഒരു കോ ഡിപ്പെൻഡൻസിയാണ് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാർമിക് സിറ്റുവേഷൻ, അതായത് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കർമ്മ റിലേറ്റഡ് ഒരു കാർമിക് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു വ്യക്തി തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നല്ല സ്നേഹമുണ്ട്, കുറ്റബോധമുണ്ട്, ആഴത്തിലുള്ള പ്രണയത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാർഡുകളുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ ഒരുപാട് മാനസിക വേദനകൾ ഉണ്ടാക്കുന്നുണ്ട്. അവരിപ്പോഴും അവരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇത്രയും നാളും തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു കുടുംബമായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലവറായിരിക്കാം, ആരുമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിരിക്കാം, സാഹചര്യമായിരിക്കാം. പക്ഷേ ഇത്രയും നാളും തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ലവറിന് വേണ്ടി അവർ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല അവർ ചിന്തിക്കുന്നത്. അവരിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ജീവിതത്തെ വേറൊരു വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു നല്ല നല്ല തീരുമാനങ്ങൾ ആ ഒരു വ്യക്തി എടുക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ഓർമ്മകളിൽ നിറയെ നിങ്ങളാണ്. നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകളെപ്പറ്റി ആ ഒരു വ്യക്തി ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്രത്തോളം ഒരു ആത്മബന്ധം നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ളതായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ജീവിതത്തിലേക്ക് കടന്നു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ജീവിതത്തിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ. പക്ഷേ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിയിൽ ഉണ്ടായത്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് ഇപ്പോഴുള്ളത്. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആലോചിക്കുന്ന ഒരു സമയമാണ് ആ ഒരു വ്യക്തി. തീർച്ചയായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ ആ ഒരു ബന്ധം പഴയതിലും നല്ല പൂത്ത് തളർത്ത് ഒരു റൈപ്പ്നെസ് കാർഡ് വന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ബന്ധം നല്ല പൂത്ത് തളർത്ത് നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ നിങ്ങളുടെ ബന്ധത്തിന് അതിൻ്റേതായ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് നിറയെ പ്രണയമാണിപ്പോൾ. നിങ്ങളെന്ന് പറയുന്ന നിറയെ ഇത് കല്യാണം കഴിച്ച വ്യക്തികളാവാം, അതല്ലെങ്കിൽ ലവേഴ്സ് ആവാം, ആരുമാവാം. അവർക്ക് നിങ്ങളോട് അഗാധമായ പ്രണയം ഇപ്പോഴുള്ളതായിട്ടാണ് കാണുന്നത്. അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ് അവരുടെ ഓരോ ചിന്തകളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പുതിയ വീക്ഷണം, വേറെ ഒരു ആംഗിളിൽ നിന്ന് അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ചിന്താശേഷി വികസിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് പെട്ടെന്ന് കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിയുടെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരിക എന്നാണ് അവരുടെ തീരുമാനം. അതിനൊരുപാട് സാധ്യതകൾ അവർ മുന്നിൽ കാണുന്നുണ്ട്. നിങ്ങളാണ് യഥാർത്ഥ ഇവരുടെ പാർട്ട്ണർ എന്നൊരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും അതാണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഇപ്പോൾ ഡീപ്പായിട്ടുള്ളൊരു ഫീലിങ്സ് ആണുള്ളത്. അവർക്ക് അത്രത്തോളം നിങ്ങളെ വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടിയോടുള്ള ഒരു ഫീലിംഗും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ തേർഡ് പാർട്ടിയോട് എന്താണ് അവരുടെ ഫീലിങ്സ് എന്ന് നോക്കാം. തേർഡ് പാർട്ടിയോട് എന്താണ് അവരുടെ ഫീലിങ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ടിയോട് എന്താണ് അവരുടെ ഫീലിങ്സ്? തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു കഠിനമായ വേദനയിലൂടെയാണ് ആ ഒരു വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു 10 ഓഫ് സോഡിൻ്റെ എനർജി വന്നതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ ആ ഒരു വ്യക്തി ഒട്ട് ഹാപ്പി അല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു ബന്ധം ഏകദേശം എൻഡ് ആയതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് എന്നും തിരിച്ചടികൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ ഇവിടെ കാർഡുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു വ്യക്തി ഒട്ടും ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടി ബന്ധത്തിൽ ഒരു തകർച്ച വന്നിരിക്കുകയാണ്. അതായത് അവരിതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ആദ്യത്തെ കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത്. അതായത് അവർ ഈ ഒരു ബന്ധത്തിൽ അകന്ന് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ് അടുത്ത കാർഡ്. അവർക്ക് അവരുടെ ജീവിതം ഇങ്ങനെ ആ ഒരു ബന്ധത്തിൽ അവർ മാനസികമായിട്ട് തളർന്നു.
അതായത് ഒറ്റയ്ക്ക് ഭാരം ചുമക്കുന്ന ഒരു വ്യക്തി. അവർ മാനസികമായിട്ട് ഈ ഒരു ബന്ധത്തിൽ വലിയ വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിൽ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഈ ഒരു ബന്ധത്തിൽ മാനസികമായിട്ടൊരു ആകെ തകർന്നൊരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കണം എന്നാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. അവർക്കിവിടെ ഒരു മാനസികമായിട്ട് അവർ തകർന്നു, അതായത് ഒരു തകർന്ന തരിപ്പണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും. അവർ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അതൊരു വ്യക്തിയായിരിക്കാം, ഫാമിലി ആയിരിക്കാം, അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അവർ മാനസികമായിട്ട് തകർന്നു. അനാവശ്യ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തി, കഠിനമായ സിറ്റുവേഷൻസിലൂടെ പോകുന്ന വ്യക്തി, ജീവിതത്തിൽ അത്രത്തോളം ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നൊരു ആളെയാണ് ഞാനിവിടെ കാണുന്നത് തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തിയിൽ അത് അത്രത്തോളം ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്ന് അകന്ന് നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് ഒരു സ്റ്റാർ കാർഡ് വന്നത് തന്നെ. അതായത് തേർഡ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ കൂടെ ഒരു ലൈഫ് കെട്ടിപ്പടുക്കുക എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കാര്യം. അത്രത്തോളം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ അവർ ഒരു പ്രത്യാശയെ സൂചിപ്പിക്കുന്ന കാർഡാണ് സ്റ്റാർ കാർഡ്. ജീവിതത്തിൽ അവർ നിങ്ങളുമായിട്ടൊരു ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓൾമോസ്റ്റ് എൻഡ് ആയതായിട്ടാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും. കാര്യം അവർക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ്. അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് പോകുന്നത്. തേർഡ് പാർട്ടി കാരണം അത് അവരുടെ കുടുംബമാവാം, അവരുടെ ലവറാവാം, ആരുമാവാം, അവരിൽ നിന്നൊരു അല്ലെങ്കിൽ അവരിപ്പോൾ ഉള്ള സിറ്റുവേഷൻ ആവാം, അവിടെ അവർക്ക് ഒട്ടും ഹാപ്പി അല്ല. അവർ ആ ഒരു സിറ്റുവേഷനിൽ അവരവിടെ ഓൾറെഡി സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ പോയാൽ പോരാ, അവരുടെ ജീവിതം മനോഹരമാക്കണം, അല്ലെങ്കിൽ അവരുടെ ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കേണ്ടതല്ല എന്നുള്ളൊരു ചിന്ത അവരിൽ വരുന്നുണ്ട്. അപ്പോൾ ഏസ് ഓഫ് പെന്റിക്കിൾ സൂചിപ്പിക്കുന്ന ഒരു പുതിയ തുടക്കത്തെയാണ്, നിങ്ങളുമായിട്ടുള്ളൊരു പുതിയ തുടക്കത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ സിക്സ് ഓഫ് വാൻഡ്സും ഒരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. നിങ്ങളിലേക്ക് വരാനാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പുറത്ത് കിടക്കൂ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട് അവർ. അതാണ് ഞാൻ പറഞ്ഞത്, അവരിൽ ഒരു സ്പിരിച്വൽ റീബർത്താണ് നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കിയപ്പോൾ പറഞ്ഞു. തീർച്ചയായിട്ടും അവർ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവരിപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആകെ പെട്ടുകിടക്കുകയാണ് തീർച്ചയായിട്ടും. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു വ്യക്തി മോചിതനായിട്ട് വരുന്നതായിട്ടാണ്, അല്ലെങ്കിൽ മോചിതയായിട്ട് വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്, നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ എങ്ങും എത്തില്ല എന്ന് ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നൊരു നിമിഷമാണ് ഇനി വരാൻ പോകുന്നത്. അത്രത്തോളം ഒരു മാനസിക വേദന ആ ഒരു വ്യക്തിയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ അവർ വാല്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുള്ളൊക്കെ തറച്ചിരിക്കുന്ന അവിടെ ഒരു പെട്ടിയിൽ കിടത്തിയ ഒരു അവസ്ഥ, അതുപോലെയാണ് ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത്. ഒരു 10 ഓഫ് സോഡ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ബന്ധം ഓൾമോസ്റ്റ് എൻഡ് ആയതായിട്ടാണ്. നിങ്ങളുടെ ബന്ധം, അതായത് തേർഡ് പാർട്ടി, നിങ്ങളുടെ ബന്ധമല്ല, നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം എൻഡ് ആയതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനാണ് അവർ, അതായത് ഒരു ബന്ധം എൻഡായിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ ബന്ധം സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒരു വ്യക്തി തയ്യാറാവുന്ന നിമിഷമാണ് ഇനി വരാൻ പോകുന്നത്. തീർച്ചയായും അതിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനം ആ ഒരു വ്യക്തി എടുക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ജീവിതത്തെക്കുറിച്ച് നേരത്തെ അവർ ചിന്തിച്ച് എങ്ങനെയെങ്കിലും ഇങ്ങനെ പോട്ടെ എന്നാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ തിരിച്ചറിവ് വന്നിട്ടുണ്ട്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എൻ്റെ ജീവിതം എങ്ങും എത്താതെ പോവും, എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇതുപോലെ ഒരു ജീവിതം നിങ്ങളുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു കുറവും വരുത്താത്തൊരു വ്യക്തിയായിരിക്കും അവരുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും. പക്ഷേ ഇപ്പോഴവരെല്ലായിടത്തും അവർ തഴയപ്പെട്ടൊരു സിറ്റുവേഷനാണ്. അവർ മാനസികമായിട്ട് ഒരുപാട് വേദനകളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ നിന്നൊരു മോചനം അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. തീർച്ചയായിട്ടും അതാണ് അവരോടുള്ള തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ റീഡിങ്. അപ്പോൾ എൻ്റെ റീഡിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക.
അതുപോലെ എൻ്റെ റീഡിംഗ് കൊണ്ട് കുറച്ച് പേരെങ്കിലും ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. അപ്പം വീണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. ഞാനും പ്രാർത്ഥിക്കുക അതിന്. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. വീണ്ടും മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പം വീണ്ടും റീഡിങ്ങിൽ കാണാം, മറ്റൊരു റീഡിങ്ങിൽ നമുക്ക് കാണാം. താങ്ക് യു.